ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസ് കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ആദ്യം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒരല്പം വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ച് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചീസ് സ്ലൈസാണ് ഇടുന്നത്. ഞാനിവിടെ ചീസ് സ്ലൈഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 2 ചീസ് സ്ലൈസ് ഞാൻ ഈ ഒരു വഴറ്റിയ ഇഞ്ചി, പച്ചമുളക് അതിനകത്തേക്ക് ഇടുകയാണ്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. അതായത് ഓൾറെഡി പച്ചമുളക് ഇട്ട എരിവുണ്ട്, എന്നാലും ഒരല്പം കുരുമുളക് നല്ലൊരു ഫ്ലേവർ വരാനായിട്ടും പിന്നെ ഒരല്പം ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് റൈസ് ഇട്ടിട്ട്, അപ്പോൾ ഗീ റൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇളക്കിയെടുത്താലും വളരെ നല്ലൊരു ഫ്ലേവർ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതായി വരുമ്പോഴത്തേക്കും നല്ല കുറുകി വരുമ്പോൾ നമുക്ക് ഒറിഗാനോ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ ഒരു ഇറ്റാലിയൻ ഫ്ലേവറാണ് ഇത് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് തന്നെ. അപ്പോൾ അത് നമ്മളിട്ട് നന്നായിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കുക. പിന്നെ ഇത് നല്ല ചൂടോടുകൂടി കഴിക്കേണ്ട കറിയാണ്. അല്ലെങ്കിൽ അറിയാമല്ലോ, ചീസാണ്, അത് വീണ്ടും തിക്കാവും. അപ്പം അത് തിക്കാകാതെ പെട്ടെന്ന് തന്നെ നല്ല ചൂട് ചോറിനോടൊപ്പം ഇതൊഴിച്ച് ഒരു അച്ചാർ എന്തെങ്കിലും ഒരു പിക്കിളുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ താങ്ക് യു ഫ്രം മാഗീസ് കിച്ചൻ.